ലക്ഷ്മിയും മകൾ ഐശ്വര്യയും അമ്മയും ഒക്കെ തന്നെയും വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന മോഹനോടൊപ്പം ഒരു സ്വപ്നം കണ്ടു തുടങ്ങിയ പോയിസ് ഗാർഡനിലെ വീട് 2500 സ്ക്വയർ ഫീറ്റിൽ സ്വന്തമായ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്ന മോഹൻ. അങ്ങനെ ഒരു നിമിഷം മാത്രമായാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മോഹനെക്കുറിച്ച് ഓർമ്മയുള്ളത്. കോടീശ്വരൻ, ഇയാൾക്കിനി എന്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ ഇയാൾക്കിനി എന്ത് വരാനാണ്, ഇങ്ങനെയൊക്കെ കരുതിയവർ ഇപ്പോൾ ഈ 69-ാം മൈൻസിൽ 0-ൽ നിൽക്കുന്ന ആ താരത്തിനെ ചിന്തിച്ചു നോക്കുന്നുണ്ട്. 30-ലും 40-ലും ഒക്കെ തിളങ്ങി നിന്നിരുന്ന വസന്തം പോലെ മലയാളികൾക്കും സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടായിരുന്ന ഒരു നടൻ. എന്നാൽ അധിക നാൾ നീണ്ടു നിൽക്കാത്ത ദാമ്പത്യ ജീവിതമായി മുൻപോട്ട് പോകുമ്പോഴും അത് കഴിഞ്ഞുണ്ടാകുന്ന അദ്ദേഹത്തിന്റെ അധപതനം കണ്ടു നിൽക്കേണ്ടി വന്ന ജനങ്ങൾ. ഇപ്പോഴും പ്രേക്ഷകർക്ക് അദ്ദേഹം ആ ചോക്ലേറ്റ് ഹീറോയായി തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം. ഇവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ഒത്തുള്ള വാസം. 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ ആദ്യം ലക്ഷ്മിയും മകളെയും കൊണ്ട് പോയപ്പോഴേക്കും അമ്മയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഈ വലിയ വീട് പണിതതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കൊണ്ടാണ്. എന്നാൽ അമ്മയും ലക്ഷ്മിയും മകളെയും മറ്റൊരു വീട്ടിലായിരുന്നു അദ്ദേഹം താമസിപ്പിച്ചിരുന്നതും. പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയും ശാന്തസ്വരൂപനായ മോഹൻ ശർമ്മ എപ്പോഴും ശ്രമിച്ചിരുന്നു എന്നതും സത്യമാണ്. മദ്യപാനമോ പുകവലിയോ യാതൊരു ദുശീലങ്ങളും ഇല്ലാതിരുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നല്ല പാതി നല്ലതിനായി ചിലവഴിച്ചിരുന്നൊരു മനുഷ്യൻ ഇപ്പോൾ അനുഭവിക്കുന്നത് വളരെയധികം സങ്കടകരമായൊരു കാര്യമാണ്. മോഹൻ ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സിനിമയെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന് പറയാം. അല്ലാതെ കുടുംബജീവിതം തകർന്നതുകൊണ്ടോ വഴിപിഴച്ച ജീവിതം നയിച്ചുകൊണ്ടോ ഒന്നുമല്ല. മദ്യപാനശീലമോ പുകവലിയോ ഒന്നും ഇല്ലാതെ ഒരു മാന്യായ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം വിവിധ ഭാഷകളിലായി 100ഓളം ചിത്രങ്ങളിലാണ് നായകനായി അഭിനയിച്ചത്. ഏതാണ്ട് 50ഓളം ചിത്രങ്ങളിൽ പ്രതിനായകനായും മറ്റും അഭിനയിച്ചു. കൂടാതെ ഗായകനായും കഥയെഴുത്തുകാരനായും സംവിധായകനായും നിർമ്മാതാവായും ഒക്കെ സിനിമയിൽ വ്യത്യസ്ത റോളുകളിൽ സമസ്ത മേഖലകളിൽ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദനകൾ ഒരുപാടാണ്. മകൾ ഐശ്വര്യയ്ക്ക് പോലും അത് നന്നായി അറിയാം. ഭാര്യ ലക്ഷ്മി കാരണവും അമ്മായിയമ്മ കാരണവും അദ്ദേഹം ഒരുപാട് അനുഭവിച്ചിരുന്നു. ഇത്രയും വലിയ ഫ്ലാറ്റും വീടും ഉണ്ടായിട്ടും അദ്ദേഹം സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാതെ മറ്റൊരു വീടും സ്ഥലവും എടുത്ത് വാങ്ങി നൽകിയാണ് അവരവിടെ താമസിപ്പിച്ചത്. അവസാനം അവരവിടെ നിന്ന് ഇറക്കി വിട്ടതുമില്ല. എന്നാൽ സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും അരികിലേക്ക് പിന്നീട് അദ്ദേഹം പണിത 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ആ ഒരു വീട്ടിലേക്ക് തിരികെ എത്തുകയായിരുന്നു. ആഡംബര ഫ്ലാറ്റുകളോടോ ആഡംബര വീടുകളോടോ ഒന്നും തന്നെ ഒരു ഭ്രമമില്ലായിരുന്ന അദ്ദേഹം ശരിക്കും നല്ലൊരു ജീവിതം ജീവിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ദാമ്പത്യത്തിൽ അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല. യഥാർത്ഥ ജീവിതത്തിലും അത് ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബാക്കിയാവുകയാണ് ഇപ്പോൾ. അദ്ദേഹം വൃദ്ധസദനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ തന്നെ ശിഷ്ടകാലം കഴിച്ചുകൂട്ടാനാണ് തീരുമാനിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇവിടെ മാറുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.